കള്ളക്കേസ് നമ്മൾ കേട്ടതാണ്. പക്ഷേ ഇങ്ങനൊരു കള്ളക്കേസ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതായത് കേരളത്തിലുള്ള പിണറായി വിജയൻ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളും പിണറായി വിജയനും ഈ കള്ളക്കേസിന് കൂട്ടുനിൽക്കുന്നു എന്നറിയുമ്പോൾ ഞാൻ പേഴ്സണലി ഷോക്കാവുകയാണ്. പൊന്നു പ്രേക്ഷകരെ, ഇന്ന് ഞാൻ തെളിവ് സഹിതം ഞാൻ പറയുന്ന എല്ലാ കാര്യത്തിൻ്റെ തെളിവ് ഞാൻ സൈഡിൽ വെച്ച് തരാം. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പൊളിക്കാൻ പോകുന്നത്. നിങ്ങളോട് ഒരു കാര്യം പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താലേ കുറേ ആളിലേക്ക് എത്തപ്പെടും. ഈ വാർത്ത റിപ്പോർട്ടർ കൊടുക്കൂല, ഏഷ്യാനെറ്റ് കൊടുക്കൂല, 24 കൊടുക്കൂല. നമ്മുടെ രാഹുലിൻ്റെ നിരപരാധിത്യം നാലാളിലേക്ക് എത്തണമെങ്കിൽ ഞങ്ങളെപ്പോലുള്ള യൂട്യൂബേഴ്സിനെ നിങ്ങൾ സഹായിക്കണം. അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ എന്താണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പ്രധാന കാര്യം? 408 നമ്പർ ഫ്ലാറ്റിലാണ് എന്നെ രാഹുൽ പീഡിപ്പിച്ചത് എന്നാണ് ഈ പരാതിക്കാരി പറഞ്ഞത്. ഇന്നലെ CCTV അവിടെ പരിശോധിച്ചു. അവിടെ നിന്ന് കിട്ടിയ വിവരം, അതിൻ്റെ തെളിവ് ഞാൻ വെക്കാം, കുറച്ച് കഴിഞ്ഞ് വെക്കാം. അതായത് അവിടെ നിന്ന് കിട്ടിയ ഇൻഫർമേഷനും തെളിവും നമുക്ക് കാണുമ്പോൾ ഈ യുവതി പറയുന്ന ആ തീയതി രാഹുൽ മാങ്കൂടത്തിൽ അവിടെ എത്തിയിട്ടില്ല എന്നാണ്. പകരം പെൺകുട്ടി എത്തി, പെൺകുട്ടിയുടെ കൂടെ വേറൊരു പുരുഷനാണ് വന്നത്. അത് ഞാൻ തെളിവ് വെക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. രണ്ടാമത് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് രാഹുലിൻ്റെ ഡ്രൈവറും ഏറ്റവും അടുത്ത ഫ്രണ്ടുമായ ഫെന്നി നിനാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രാഹുലിൻ്റെ മൂന്നാമത്തെ കേസിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പ്രധാനമായും പറയുന്ന കാര്യം ഞാൻ സൈഡിൽ വെച്ച് തരാം. അദ്ദേഹം പറയുന്നത്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടറിനോടും ഏഷ്യാനെറ്റിനോടും 24നോടും അദ്ദേഹം പറഞ്ഞു. പക്ഷേ അവരാരും അത് വാർത്ത കൊടുത്തിട്ടില്ല. അത് വാർത്ത കൊടുത്താൽ രാഹുലിന് അനുകൂലമാവും. അതുകൊണ്ട് ചെറ്റകൾ അത് വാർത്ത കൊടുത്തിട്ടില്ല. എന്താണ് ഫെന്നി നിനാനിന് പറയാനുള്ളത് അത് ഞാൻ വെച്ചു തരാം. അതിനുശേഷം സരിനിൻ്റെ ഭാര്യ എനിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ സരിൻ റിലേറ്റഡായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സരിൻ്റെ ഭാര്യയുടെ ലീക്കായ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് എൻ്റെ ഓഡിയോ ക്ലിപ്പ് ഞാൻ വെച്ചത്, അങ്ങനെയൊക്കെ. അതായത് സരിൻ്റെ വൈഫിൻ്റെ ഓഡിയോ ക്ലിപ്പ് എന്തിനാണ് ഞാൻ വെച്ചത്, അങ്ങനെയാണ് സരിൻ്റെ വൈഫ് എന്നോട് ചോദിച്ചത്. അതായത് അവർക്കുള്ള ഒരു മറുപടി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്താണ് സരിൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്, അതിന് തക്കതായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു പോസ്റ്റ് കാണണം. 408 നമ്പർ മുറി അതിജീവിതയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതിജീവിതക്കൊപ്പം ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല. എങ്ങനെ ഇരിക്കണ് നിങ്ങൾ നോക്കൂ. പോസ്റ്റ് ഞാൻ ഇവിടെ വെച്ച് തരാം, ഒന്നും കൂടി വായിക്കാം. 408 നമ്പർ മുറി അതിജീവിതയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. ഒപ്പമുണ്ടായവൻ്റെ പേര് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല. അതിജീവിതയാണ് പറഞ്ഞത് എന്നെ രാഹുൽ മാങ്കൂടത്തിൽ പീഡിപ്പിച്ചത് 408 നമ്പർ ഫ്ലാറ്റിലാണെന്നാണ്. അതിജീവിത ഒരു തീയതിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ ആ തീയതിക്ക് CCTV ചെക്ക് ചെയ്യുന്നു. പക്ഷേ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ അതിജീവിത എത്തി. അതിജീവിതക്കൊപ്പം കണ്ടത് രാഹുലിനല്ല, വേറെ ഏതോ ചെറുപ്പക്കാരനാണ്. പാവം രാഹുലിൻ്റെ തലക്കിട്ടു. എന്തിനാണ് റിപ്പോർട്ടറിൻ്റെ അരുൺകുമാറെ നിങ്ങൾ ഇങ്ങനെ കള്ള വാർത്ത കൊടുക്കുന്നത്? നിങ്ങൾക്ക് സത്യസന്ധമായി വാർത്ത കൊടുത്തൂടെ? നോക്കൂ, ഇന്നലെ വരെ രാഹുൽ ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് രാഹുൽ പറഞ്ഞു എന്ന് ഇവറ്റകൾ കളവ് പറഞ്ഞു. അതായത് നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് രാഹുലും ഈ പരാതിക്കാരുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടിട്ടില്ല. അവരുടെ സമ്മതപ്രകാരം പോലും ശാരീരികമായി രാഹുൽ തൊട്ടിട്ട് പോലുമില്ല ഈ പെണ്ണിനെ. വെറുതെ 24ഉം റിപ്പോർട്ടറും പറയുകയാണ് രാഹുൽ സമ്മതിച്ചു, അവരുടെ സമ്മതപ്രകാരം ശാരീരികമായി ബന്ധപ്പെട്ടു എന്ന് രാഹുൽ സമ്മതിച്ചു എന്ന് വെറുതെ പച്ചക്കള്ള വാർത്തയാണ് റിപ്പോർട്ടറും 24 ഒക്കെ കൊടുക്കുന്നത്. ഇവിടെ നോക്കൂ, ഈ CCTV പരിശോധിക്കുമ്പോൾ രാഹുൽ അവിടെ ഇല്ല. എന്താല്ലേ പാവം ഒരു മനുഷ്യൻ, എന്തിനാണ് ഇങ്ങനെ ആക്രമിക്കുന്നത്? ഓക്കെ, നമുക്കെന്തായാലും എന്താണ് രാഹുലിൻ്റെ ഡ്രൈവറും അടുത്ത ഫ്രണ്ടുമായിട്ടുള്ള ഫെന്നി നിനാൻ 4 പോസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും അദ്ദേഹം അപ്ലോഡ് ചെയ്തത്. 4 പാരാഗ്രാഫുള്ള 4 പോസ്റ്റാണ്. ഒന്നൊന്നായിട്ട് ഞാൻ വായിച്ചു തരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്, മലയാളമാണ്, വായിക്കുന്നതിൽ ചെറിയ പ്രശ്നമുണ്ടാവും. ഞാൻ പേഴ്സണലി കന്നഡ പഠിച്ച ഒരാളാണ്, മലയാളം കണ്ടു പഠിച്ച ഒരാളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വായിക്കാം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതൊരു പരാതി വന്നു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ട് ദിവസങ്ങളായി. പരാതിക്കാരിയായ സ്ത്രീ, അതായത് അതിജീവിത, അവളെപ്പറ്റി ഒരു വിവരങ്ങളും സ്വാഭാവികമായും ആർക്കും അറിയാൻ കഴിഞ്ഞില്ലല്ലോ. എനിക്കും അതിനെപ്പറ്റി അറിയില്ല.
അതായത് പരാതിക്കാരി ആർക്കും അറിയില്ല, ഒരു ഇമെയിൽ മുഖാന്തരമാണ് പരാതി വന്നത്. അതിങ്ങനെ ഒരു പെണ്ണുണ്ടോ എന്ന് ദൈവം തമ്പുരാൻ വന്ന് തീരുമാനിക്കണം. ഓക്കെ, അതായത് ഓക്കെ, നമുക്ക് ബാക്കിയും കൂടി വായിക്കാം. ഓക്കെ, എന്നാൽ മാധ്യമങ്ങളിൽ നിന്ന് വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ ഒരു സ്ത്രീ ആണെന്നും അവർ എനിക്ക് KSU പരിപാടിക്ക് പണം തന്നിട്ടുണ്ട് എന്നും അവൾക്ക് രാഹുലുമായി സൗഹൃദം ഉണ്ടായിരുന്നു എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ നിന്ന് അറിഞ്ഞു. എൻ്റെ പേര് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അത് ശ്രദ്ധിച്ചു. അതായത് പരാതിക്കാരി ഇമെയിലിൽ പറഞ്ഞത്, ഈ പറയുന്ന ഫെന്നി നിനാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഞാൻ 1000 രൂപ പൈസ കൊടുത്തിട്ടുണ്ടെന്നും രാഹുലിൻ്റെ എനിക്ക് ഫെന്നി നിനാനെ അറിയാമെന്നും അങ്ങനെയാണ് പരാതിക്കാരി പറഞ്ഞത്. ഓക്കെ, അടുത്ത ബാക്കിയും കൂടി നമുക്ക് വായിച്ചു നോക്കാം. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു സ്ത്രീയെ അറിയാം. KSU നടത്തിയ ഒരു പരിപാടിക്ക് പണം തന്നിട്ടുണ്ട്. 1000 രൂപയാണ് തന്നത്. അവർ പണം തന്ന ദിവസം തന്നെ അവരുടെ പേരുൾപ്പെടുത്തി അവർ എടുത്ത 50 കൂപ്പണുകളുടെ എണ്ണവും കാണിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ആക്കിയിട്ടുമുള്ളതാണ്. എന്നാൽ അവരെ രാഹുൽ മാങ്കൂടത്തിൽ ബലാത്സംഗം ചെയ്തു എന്ന വിവരം എനിക്ക് അതിശയമായി തോന്നി. കാരണം ഈ അതിജീവിത എന്നോട് 2025 നവംബർ വരെ സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ്. എങ്ങനെ ഇരിക്കുന്നു, ഇവിടെയാണ് ക്ലൈമാക്സ്. അതായത് ഈ വിദേശത്തുള്ള അതിജീവിതയും ഈ രാഹുലിൻ്റെ ഡ്രൈവറായ ഫെന്നി നിനാനുമായി ചെറിയ അടുപ്പമുണ്ട്, ഒരു ഫ്രണ്ട് എന്ന ഒരു അടുപ്പമുണ്ട്. അതായത് നവംബർ 2025 വരെ ഇവർ പരസ്പരം സംസാരിച്ചു. എന്നാൽ നവംബർ 2025 വരെ ഇവർ അടുപ്പമാണ്, ഫെന്നി നിനാനും ഈ അതിജീവിതയും തമ്മിൽ. രാഹുൽ ബലാത്സംഗം ചെയ്ത കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ല? അതുവരെ 2025 നവംബർ വരെ രാഹുൽ നല്ല മനുഷ്യനായിരുന്നു, രാഹുൽ നല്ല വ്യക്തിയായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എങ്ങനെയാണ് രാഹുൽ പീഡിപ്പിച്ചത്? ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഇതിൽ എഴുതാതെ ഫെന്നി നിനാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി വായിച്ചു നോക്കാം. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും കോടതിയിൽ തെളിവായി കൊടുക്കാൻ ഈ കേസ് വാദിക്കുന്ന ശാസ്തമംഗലം അജിത് സാറിനും അദ്ദേഹത്തിൻ്റെ ജൂനിയർ ശേഖർ സാറിനും കൊടുത്തിട്ടുണ്ട്. അവർ അത് കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അതായത് 2025 നവംബർ വരെ ഈ പറയുന്ന പെൺകുട്ടി ഈ ഫെന്നി നിനാനുമായി സംസാരിച്ചതാണ്. ഇങ്ങനൊരു പ്രശ്നമുള്ള കാര്യം ഒന്നും പറഞ്ഞില്ല. പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് രാഹുൽ പീഡിപ്പിച്ചത്? ഇതൊക്കെ അതായത് ഇല്ലാത്തതാണ്, ആരുടെ കയ്യിൽ നിന്നോ പൈസ മേടിച്ച് പരാതി കൊടുത്തതാണെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി വായിച്ചു നോക്കാം. മൂന്നാമത്തെ പരാതി വന്നതോടെ രാഹുലിനെതിരെ വലിയ രീതിയിലുള്ള മാധ്യമ വിചാരണയാണ് നടക്കുന്നത്. ഇതിൽ സത്യമറിയുന്ന ഞാൻ അത് മുഖ്യധാര മാധ്യമങ്ങളോട് ചിലരോട് പങ്കുവച്ചു. എന്നാൽ അതിൽ രാഹുലിന് അനുകൂലമായി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു മാധ്യമവും അത് ചാനലിൽ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടത് അവരുടെ അജണ്ടയ്ക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ വാർത്തകളല്ല. അതായത് നമ്മുടെ ഫെന്നി നിനാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ അതിജീവിതയും എനിക്കറിയാം, 2025 നവംബർ വരെ എന്നോട് സംസാരിച്ച അതിജീവിതയാണ്. അങ്ങനെ സംസാരിക്കുമ്പോൾ രാഹുലുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യം ഈ അതിജീവിത എന്നോട് പറഞ്ഞിട്ടില്ല. രാഹുലുമായിട്ടുള്ള പ്രശ്നവും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അതായത് രാഹുലും ഒരു പ്രശ്നവും ഇല്ല എന്നാണ്. പെട്ടെന്നൊരു ദിവസം എങ്ങനെയാണ് അതിജീവിതയ്ക്ക് രാഹുലിനോട് ഇത്ര പക തോന്നാൻ കാരണം? രാഹുൽ പീഡിപ്പിച്ചു എന്ന് പച്ചക്കളവ് പറയാൻ എങ്ങനെ തോന്നി? ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുഖ്യധാര മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. അവരാരും ഇത് വാർത്ത കൊടുത്തിട്ടില്ല എന്നാണ് ഫെന്നി നിനാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി വായിച്ചു നോക്കാം. അതുപോലെ രണ്ടാമത് വന്ന പരാതിയിൽ രാഹുൽ MLA ഒരു പെൺകുട്ടിയെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു പരാതി. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ ഹോം സ്റ്റേയിലേക്ക് എത്തിച്ചു കൊടുത്തത് ഞാൻ ഓടിക്കുന്ന കാറിലായിരുന്നു എന്നാണ് പരാതിയിൽ കേട്ടത്. കേട്ടാൽ വളരെ ഗൗരവമുള്ള കുറ്റകൃത്യമാണ്. ആ കേസ് വന്നപ്പോൾ തന്നെ ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സംഭവം ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയത്ത് പോലുമില്ല എന്ന്. അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചോ? പീഡിപ്പിക്കുമ്പോൾ രാഹുലിനെ ആ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുവിട്ടത് ഈ പറയുന്ന ഫെന്നി നിനാൻ ആണെന്നാണ് പരാതിയിൽ പറഞ്ഞത്. അത്രയും വലിയൊരു കുറ്റം ഈ ഫെന്നി നിനാൻ ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് ചെറിയൊരു ചോദ്യം ചെയ്യാൻ പോലും ഫെന്നി നിനാനെ വിളിക്കാത്തത്? അപ്പം തന്നെ അറിയുന്നില്ലേ അതൊക്കെ ഫേക്കാണെന്ന്? നോക്കൂ നിങ്ങൾ. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി വായിച്ചു നോക്കാം.
അതുമായി ബന്ധപ്പെട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചോ, എന്നിട്ട് അറസ്റ്റ് പോലും ചെയ്തില്ല. അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പെൺകുട്ടിയെ എത്തിച്ചു കൊടുത്തു എന്ന് ഗൗരവമേറിയ ആരോപണമുള്ള എന്നെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ഉറപ്പാണല്ലോ തെളിവില്ല. അല്ലാതെ പോലീസ് എന്നെ സഹായിച്ചതൊന്നും അല്ലല്ലോ. നോക്കൂ നിങ്ങൾ, ഫെനിനിനാൻ പറയുന്നതിൽ എന്തൊരു ക്ലിയർ ആണ്, എന്തൊരു കൃത്യമാണ്. ഓക്കെ, ഏറ്റവും അവസാനത്തെ പോസ്റ്റും കൂടി വായിച്ചുകൊണ്ട് ഞാനും സെറീൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, എന്നെങ്കിലും മാധ്യമങ്ങൾ അത് ചർച്ച ചെയ്തോ? ധാർമ്മികതമായി രാഹുൽ MLA തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വിധിക്കാൻ ഞാൻ ആളല്ല. എന്നാൽ ഇന്ത്യൻ നിയമവ്യവസ്ഥക്കെതിരെ ഒരു കുറ്റവും അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും മാധ്യമങ്ങൾ അവരുടെ അജണ്ട വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, അങ്ങനെയൊക്കെയാണ് കുറേ എഴുതുന്നുണ്ട്. ഞാൻ മൊത്തത്തിലൊന്നും വായിക്കുന്നില്ല. അതായത് നമ്മുടെ രാഹുലിനെ കുടുക്കിയതാണെന്ന് ഇതിൽ ഉറപ്പാവുകയാണ്. അപ്പോൾ എന്താണ് ഞാനും സരീൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നം? കഴിഞ്ഞ ദിവസമാണ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. സരീൻ്റെ ഭാര്യയുടെ ഒരു ഓഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ പുറത്തായി. വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോ പിൻ ചെയ്ത് വെക്കാം, നിങ്ങൾക്ക് കയറി നോക്കാം. ഓക്കെ, അയ്യോ കഷ്ടപ്പാട്, എൻ്റെ ഓഡിയോ ക്ലിപ്പ് ലീക്കാക്കി ബുദ്ധിമുട്ടിക്കണ്ട ഡിയർ അൽത്തു കുൽത്തു വ്ളോഗ്സ് ചേട്ടാ എന്നാണ് ഇതിൽ എഴുതിയത്. അല്ല, സൗമ്യ മാഡത്തോടൊരു കാര്യം പറയുകയാണ്. എന്ത് ബുദ്ധിമുട്ടാണ്, ഇത് സോഷ്യൽ മീഡിയ ആണ് സൗമ്യ മാഡമേ. നിങ്ങളൊരു ഓഡിയോ ക്ലിപ്പ് ലീക്ക് ചെയ്യുന്നു, രാഹുലിൻ്റെ കേസ് റിലേറ്റഡായി ബന്ധമുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് അവർ പുറത്തുവിടുകയാണ്. അത് ഞാൻ എൻ്റെ ചാനലിലൂടെ പുറത്തുവിട്ടു, അതിൽ എന്താണ് പ്രശ്നം? അങ്ങനെയല്ലേ എല്ലാവരും ചെയ്യുന്നത്. ഇപ്പോൾ റിപ്പോർട്ടർ കൊടുക്കുന്ന വാർത്തയും 24 കൊടുക്കുന്ന വാർത്തയും ഏഷ്യാനെറ്റ് കൊടുക്കുന്ന വാർത്തയും എല്ലാം ഒന്നല്ലേ? ഇപ്പം നിങ്ങളുടെ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ പുറത്ത് വിടുമ്പോൾ അത് പുറത്ത് വിടുന്ന അധികാരം എനിക്കുണ്ട്. ഓക്കെ, അവർ എനിക്കിട്ട പോസ്റ്റ് ഞാൻ വായിക്കുന്നില്ല, ഞാൻ സൈഡിൽ വെച്ച് തരാം. കാരണം എനിക്ക് മലയാളം വായിക്കുന്നതിൽ ചെറിയ പരിമിതിയുണ്ട്. ഞാൻ കന്നഡ പഠിച്ച ഒരാളാണ്. ആ സരീനി നമ്മുടെ ഫെനിനിനാൻ്റെ പോസ്റ്റ് വായിച്ചത് കുറേ കഷ്ടപ്പെട്ടിട്ടാണ്. കാരണം ഞാൻ പഠിച്ചത് കന്നഡ മീഡിയമാണ്, മലയാളം എനിക്കറിയില്ല. നോക്കി പഠിക്കുന്നതാണ്, എനിക്ക് പഠിച്ച് സെറ്റായി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സരീൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞത്. ഒരു കാര്യം പറയുകയാണ്, എന്തിനാണ് നമ്മുടെ രാഹുൽ മാങ്കൂളത്തിലിനെ ഇങ്ങനെ ഇവറ്റകൾ ആക്രമിക്കുന്നത് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. അതായത് വലിയ വലിയ മീഡിയാസൊക്കെ സത്യസന്ധമായ വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.